ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ഒരു അന്വേഷണത്തിലേക്കാണ് ഇനി പോകുന്നത്. മെഗാ ഹിറ്റ്, കോടികൾ വാരി എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമകളിൽ എത്ര എണ്ണം ശരിക്കും തിയേറ്ററിൽ ഓടുന്നുണ്ട്? ചലച്ചിത്ര പ്രൊമോഷൻ രംഗത്തെ കള്ളക്കളികൾ എന്തൊക്കെയാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണത്തിലേക്കാണ്. മിന്നുന്നതെല്ലാം ഹിറ്റല്ല. ആളില്ലാത്ത സിനിമകൾക്ക് കാണികളെ എത്തിക്കാനും തിയേറ്റർ ബുക്കിംഗ് ആപ്പുകളിൽ റേറ്റിംഗ് വ്യാജമായി കൂട്ടാനുമൊക്കെയാണ് ഈ ഇടനിലക്കാർ പ്രവർത്തിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ലാഭവിഹിതം പെരുപ്പിച്ചു കാട്ടിയെന്ന ആരോപണത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത്തരം ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. ബുക്കിംഗ് ആപ്പുകളും OTTയും വരുന്നതിന് മുമ്പുള്ള സിനിമാ കാലം തിയേറ്ററുകൾ ആഘോഷങ്ങളുടെ പൂരപ്പറമ്പുകളായിരുന്നു. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അടുത്ത കാലത്തായി തിയേറ്ററുകളിലേക്ക് മലയാള സിനിമകളുടെ കുത്തൊഴുക്കാണ്. റിലീസ് ചെയ്ത് 2ാം ദിനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പരസ്യം. പൊട്ടിപ്പാളീസായ പടം പോലും റേറ്റിംഗ് ചാർട്ടുകളിൽ ഒന്നാമതെത്തും. നീ എന്തിനാ ഇവന്റെയൊക്കെ പൈസ മേടിക്കണേ? എന്റെ ലാസ്റ്റ് 4-5 വീഡിയോയുടെ വേഷം കിട്ടാനായിട്ട്. ക്യാരക്ടർ ലുക്കിൽ ഇരുന്നിട്ട് റിവ്യൂ പറയലല്ലേ എന്റെ ഐഡന്റിറ്റി. അപ്പൊ അതിന്റെ വിഗ് മേടിക്കണം, കോസ്റ്റ്യൂം മേടിക്കണം, എല്ലാ സാധനങ്ങളും മേടിക്കാം. ഒരു 10,000 ചെലവാകും. ഇതിന്റെ ഗുട്ടൻസ് എന്താണ്? മലയാളത്തിലെ ചില സിനിമാ നിർമ്മാതാക്കളിൽ നിന്നാണ് തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റുന്ന ഇടനില സംഘങ്ങളുടെ നമ്പർ കിട്ടിയത്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീനച്ചിൽ ഡയറീസ് എന്ന പേരിൽ ഞങ്ങൾ ഒരു സിനിമ എടുക്കുന്നു. ഓഗസ്റ്റ് 15-നാണ് റിലീസ്. താരങ്ങളൊന്നുമില്ല. OTT അടക്കം വിറ്റുപോകാൻ വേണ്ട ഗിമ്മിക്കൊക്കെ വേണം. ഞങ്ങൾ ആവശ്യങ്ങൾ നിരത്തി. നമുക്ക് OTT ആദ്യം പറഞ്ഞിരുന്നതാണ്. പക്ഷെ പറയുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആളുണ്ട്, അവരെടുത്തോളും. ഒരാഴ്ച കൊണ്ട് ഈ 25 കോടി, 2ാമത്തെ ആഴ്ച 100 കോടിന്റെ ആ ദിവസത്തെ ഒരു സീറ്റ് പോലും പെൻഡിങ് ആവരുത്. 3,60,00,000 വരുള്ളൂ. അതെ, സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓരോ ഷോയ്ക്കും ആളെ കയറ്റും. ടിക്കറ്റ് ചാർജിന് പുറമെ ഓരോ ടിക്കറ്റിനും സർവീസ് ചാർജും വേണം. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. പ്രേക്ഷകർ കൈവിട്ട സിനിമകൾക്ക് പോലും പൊളി, സൂപ്പർ, കിടു എന്നൊക്കെ റിവ്യൂ വരണമെങ്കിൽ അതിന് പ്രത്യേകം കാശ് കൊടുക്കണം. അപ്പൊ തട്ടിപ്പാണല്ലേ? തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ്. ഇങ്ങനെ റിവ്യൂവും റേറ്റിംഗും എഴുതിച്ച് ആളെ കയറ്റിയിട്ട് നിർമ്മാതാക്കൾക്ക് എന്താണ് ഗുണം? പക്ഷേ പല സിനിമകളും അങ്ങനെയുണ്ട്. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങുന്ന റിവ്യൂവും റേറ്റിംഗും ഇതൊക്കെ വിശ്വസിച്ച് തിയേറ്ററിൽ പോകുന്ന പ്രേക്ഷകർ ആരായി? ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. I am going to divert my life to the multiplication and the multiplication of India. ഞാൻ പോകുന്നു. ബൈ.